ഇൻസ്റ്റാഗ്രാം ഒരു പുത്തൻ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം കാമുകന്മാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോർമലി നമുക്കൊരാൾക്ക് ബർത്ത്ഡേ വിഷസ് കാര്യങ്ങളൊക്കെ അയക്കണം എന്ന് നോക്കിയിട്ട് നോർമലി നമ്മൾ എന്ത് ചെയ്യും, 12 മണി വരെ വെയിറ്റ് ചെയ്തിരുന്ന് ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് 12 മണിക്ക് വില ക്രഷോ പെങ്കോച്ചാണെങ്കിലായിരിക്കും ഇത് ചെയ്യുള്ളൂ. ആ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും. അവരെ ഇംപ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിലും ചില സമയങ്ങളിൽ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഇത് പാളിപ്പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം ഇൻസ്റ്റാഗ്രാം ചെയ്തേക്കുന്നത് ഇങ്ങനെയുള്ള മെസ്സേജസ് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു പെണ്ണിന് ഒരു മെസ്സേജ് അയക്കണം, ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നുള്ള മെസ്സേജ്. ആ ഒരു മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇന്നൊരു ടൈമിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തന്നെ ആ ഒരു മെസ്സേജ് നേരെ അങ്ങോട്ട് അയച്ചോളും. നമ്മൾ പിന്നെ അതിന്റെ പുറകെ പോകാനൊന്നും നിൽക്കണ്ട. ആ ഒരു സമയത്ത് വല്ല കിടന്നുറങ്ങിയോ അല്ലെങ്കിൽ സിനിമ കാണുകയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും അല്ല, സിമ്പിൾ ആയിട്ട് ആർക്കും സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. ആർക്കാണോ ഒരു മെസ്സേജ് അയക്കേണ്ടത് അവരുടെ നേരെ ഇൻബോക്സിലേക്ക് വരിക. ഇൻബോക്സിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ട ആ ഒരു ടെക്സ്റ്റ് എന്താണോ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് അക്കൗണ്ടാണ് യൂസ് ചെയ്തേക്കുന്നത്, അല്ലാണ്ട് മഴവിലാക്കിയെന്നല്ല. അതിനുശേഷം നമ്മൾ നോർമൽ രീതിയിൽ ടെക്സ്റ്റ് അയക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ ആ ഒരു ടെക്സ്റ്റ് വിടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ക്ലിക്ക് ചെയ്യാതെ ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ പോപ്പപ്പ് ആയി വരും. അപ്പോൾ ഇവിടുന്ന് ഏതൊരു സമയത്താണ് അയക്കേണ്ടത്, ഏതൊരു ഡേറ്റിലാണ് അയക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം സെൻഡ് ടുഡേ, ഇപ്പം ഞാൻ ആ ഒരു ടൈം സെറ്റ് ചെയ്താകൊണ്ടാണ് ഈ ഒരു ടൈമിൽ വന്നേക്കുന്നത്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഷെഡ്യൂൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഷെഡ്യൂൾ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു മെസ്സേജാണ് ഷെഡ്യൂൾ ആയിട്ട് എന്നുള്ളത്. ഇനി ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ അയക്കുന്നതിന് മുന്നേ ബ്രേക്കപ്പ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇവിടുന്ന് ആ ഒരു ഷെഡ്യൂൾ ചെയ്തേക്കുന്ന മെസ്സേജ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിൾ ആയിട്ട് ആർക്കാണെങ്കിലും സെറ്റപ്പ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.